സൗണ്ട് ഹോൾഡ് ചെയ്യുക, ഓരോ സീൻ ബൈ സീൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എൻഗേജ് ചെയ്തിരിക്കും. അപ്പോൾ എൻഗേജ് ചെയ്യുന്നത് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും. സോ അതുകൊണ്ട് പെട്ടെന്ന് പോയി കാണുമ്പോഴേക്കും ഒന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ മൂവി വന്ന് കണ്ടപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റ് ത്രില്ലറാണ്, പക്ഷേ അത്യാവശ്യം കോമഡി എലിമെന്റ് ഉണ്ട്. ബേസിൻ്റെ അത് നല്ല പെർഫോമൻസ് ആയിരുന്നു. ബേസിൻ്റെ ഓൾറെഡി ഒരു കോമഡി ഇതാണെന്ന് വിചാരിക്കും, പക്ഷേ സീരിയസ് ആയിട്ട് വരുമ്പോൾ ആ കോമഡി ഹാൻഡിൽ ചെയ്യാൻ ബേസിനെ കൊണ്ട് പറ്റുന്നുണ്ട്. അത് വളരെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ട്വിസ്റ്റ് ആയിരിക്കും. പക്ഷേ എക്സ്പെക്ട് ചെയ്യുന്നതിന് കുറച്ചുകൂടെ അടിപൊളി ട്വിസ്റ്റ് ആയിരുന്നു. പെർഫോമൻസ് ആണെങ്കിൽ സൗബിൻ്റെ അടിപൊളി പെർഫോമൻസ്, പിന്നെ മറ്റേ ആക്ട്രസ് ചാന്ദിന്റെ പെർഫോമൻസ് ചാന്ദിനിയുടെ പെർഫോമൻസ് അല്ലേ. ക്യാമറ കുറേ സിംഗിൾ ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു. ക്യാമറ നല്ല രസമായിരുന്നു, ഡയറക്ഷൻ നല്ല രസമായിരുന്നു. ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ്, അത് കണ്ടാൽ തോന്നില്ല. പക്ഷേ കാരണം വർക്ക് വാസ് ഗുഡ്, സ്റ്റോറി ലൈൻ ഇച്ചിരി ഒരു മർഡർ മിസ്റ്ററി ആയിരുന്നു. എപ്പോഴും മർഡർ മിസ്റ്ററിയിൽ അവസാനം വരെ ആരാണ് കൊലപാതകം അറിയാവുന്ന നല്ല നല്ല കോമഡി, പോലീസ് വേഷമാണെങ്കിലും കോമഡി നല്ല നമുക്ക് എല്ലാം കൂടെയാണ്. എന്തായാലും ഈ 2025 ബേസിലിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് എന്ന് പറയാൻ. അതിന് നല്ല സിനിമ, നല്ല ചിരിക്കാനുമുണ്ട്. പിന്നെ നല്ല ക്ലൈമാക്സ് ഒക്കെ ആയിരുന്നു. പിന്നെ ചെമ്പ വിനോദ്, പിന്നെ സൗബിൻ്റെ നല്ല ഗംഭീരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു. കൊള്ളായിരുന്നു, നല്ല കിണ്ണാൻ കാച്ചി പെർഫോമൻസ് ആയിരുന്നു. സീരിയസ് ആയിട്ട് വന്നിട്ട് പിന്നെ കോമഡി ഉണ്ട്, നമുക്ക് അത്യാവശ്യം ഇരുന്ന് കാണാനുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം, പടം നല്ല വർക്കായിട്ട് വന്നിട്ടുണ്ട്. ലാഗ് ചെറുതായിട്ടുണ്ടെങ്കിലും പിന്നെ അത്യാവശ്യം. അതുപോലെ തന്നെ ഇപ്പോഴാണ് നമ്മൾ ഈ ലോക്കൽസ്, അതായത് നമ്മൾ ഇതിനെപ്പോലുള്ള ലോക്കൽസ് കാണിക്കുമ്പോൾ ഷാപ്പിലേരിയൊന്നും ബാറിലിരുന്ന് കാണിക്കുമ്പോഴുള്ള കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മൂഞ്ചി മറ്റേത് മറിച്ചതൊക്കെ പച്ചയായിട്ടുള്ളൊരു ജീവിതം. കൊള്ളാം, കിണ്ടാച്ചി പെർഫോമൻസ്. കൊള്ളാം, നല്ല പടം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കിണ്ടാച്ചി കൊള്ളാം, പക്ഷേ എന്തോ ഒരു മിസ്സിങ് വരുന്നുണ്ട്. പക്ഷേ പടം കൊള്ളാം, ഒരു വട്ടം കണ്ടിരിക്കാം. സൗബിൻ്റെ അടുത്ത് 200 കോടിയാണ്. സൗബിനൊക്കെ നൈസാക്കിയ, സൗബിനും എല്ലാം നൈസാക്കിയ. ബേസിൽ ജോസഫ് സാധാരണ പോലെ തന്നെ എല്ലാത്തിലും ഒരേപോലെയാണ് തോന്നിയത്. വേറെ ഒന്നുമില്ല, ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റിയ റീസൺ ആയിട്ടുള്ള കോമഡിയായിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ ജോണറിൽ പോകുന്നത്. നമ്മൾ നമുക്ക് ആളുകളെടുക്കണം, ഒന്നും കാണാനില്ല. ആളുകളൊന്നും അത്ര കൂടി പോകായിട്ടില്ല. ഓവറോൾ സസ്പെൻസ് ആണ്. സസ്പെൻഷൻ ഉണ്ടാകും, അതിൻ്റെ ഒരു സസ്പെൻസിലുണ്ട്. അത് ക്ലൈമാക്സ് ടിസ്റ്റ് എല്ലാം പറഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ കാര്യമായിട്ട് നോട്ട് ചെയ്ത് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ് ടിസ്റ്റ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല എൻഗേജ്മെൻ്റ് ആയിട്ട് ക്യാമറ എടുത്ത് പറയേണ്ട അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, വേറെ പേര് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നല്ല അതിഗംഭീരമായിരുന്നു. പിന്നെ ഓക്കെ ആയിരുന്നു, ബേസിൽ ജോസഫ് ഓക്കെ ആയിരുന്നു, എല്ലാവരും ഓക്കെ ആയിരുന്നു. ഓക്കെ, താങ്ക് യു. അത്രമേ എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്തോളൂ. അത്രയും നേരം ഭയങ്കര ലാഗായിട്ടാണ് ഫീൽ ചെയ്തത്. ശരിക്കും ഒരു മിസ്റ്ററി ഹൊറർ, ഒരു മർഡർ മിസ്റ്ററി ആയിരുന്നു. അതിൻ്റെ ഒരു ത്രില്ലുണ്ടായിരുന്നു. എനിക്ക് ഇല്ല, ത്രൂ ഔട്ട് ഒരു തോന്നി. എനിക്ക് സിനിമ സത്യമാണ് ഒട്ടും ഇഷ്ടപ്പെട്ടു. അവസാനത്തെ 10 മിനിറ്റ് മാത്രമേ എന്തെങ്കിലും ഉള്ളതൊക്കെ ഫീൽ ചെയ്തോളൂ. ഓക്കെ, മ്യൂസിക് വിഷ്ണു വിജയാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. എനിക്ക് അറിഞ്ഞില്ല, എനിക്ക് ഇഷ്ടമായില്ല. പൊട്ടിച്ചിട്ട് അങ്ങനെയും തോന്നിയില്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കോമഡി ഉള്ളായിരുന്നു. ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു, വാച്ചബിളാണ്. ആ ഒരു ഷാപ്പിൽ തന്നെയാണ്. പിന്നെ കുറച്ചൊക്കെ മാത്രമേ ഒരു പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നുള്ളൂ. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. സൗബിൻ്റെ ആയാലും കൂടെ ബേസിലിൻ്റെ ആയാലും നല്ല പെർഫോമൻസ് ആയിരുന്നു. ബേസിലപ്പോൾ ഈ വർഷം തുടക്കം തന്നെ ബോക്സ് ഓഫീസ് തൂക്കാനുള്ള ചാൻസ് ഉണ്ടോ? എന്തായാലും ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. നല്ല അങ്ങനെ ഇതുണ്ട്. ട്വിസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. അപ്പോൾ കണ്ടിട്ട് നല്ല ഡീസൻറ്റ് എക്സ്പീരിയൻസ്.
ആവേശത്തിന്റെ എഫക്റ്റ് തന്നെയാണോ പടം കണ്ടിറങ്ങിയപ്പോൾ കിട്ടിയത്? ആവേശമല്ല, ഇപ്പോൾ നമ്മളെ ഇത് തന്നെ ഇഷ്ടപ്പെടുന്ന കോമഡികളും കാര്യങ്ങളൊക്കെ. അതിൽ നായികനെ പറയുന്നുണ്ട്, ആളി എന്ത് മൂഞ്ച് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ എനിക്കൊന്ന് പറഞ്ഞുകൂടാത്തത് അതുപോലെ തന്നെ ബേസിലിൻ്റെ നല്ല കിണ്ണാച്ചി പെർഫോമൻസ് ആയിരുന്നു, കിട്ടിക്കായിരുന്നു. പിന്നെ സൗബിൻ്റെ നല്ല ആക്ടിങ് ആയിരുന്നു. പിന്നെ ചെമ്മ വിനോദിനെ എടുത്ത് പറയാനാണ്, ചെമ്മ വിനോദ് നല്ല അഭിനയമായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കാനുള്ള നല്ല കോമഡി ഉണ്ടായിരുന്നു. ഒരു പോലീസുകാരൻ വന്നത് എങ്ങനെ കോമഡി ചെയ്യുന്നു, അവർ കേസ് എങ്ങനെ തെളിയിച്ചെടുക്കുന്നു, ഒരു ക്രൈം ത്രില്ലറും കൂടെയാണ്. നല്ല കോമഡിയായിട്ടാണ് പടം എടുത്ത് വെച്ചേക്കുന്നത്. അടിച്ചുപൊളി മൂടാണോ ഫുള്ള്? പിന്നെ എല്ലാവരും ചിരിക്കും, എല്ലാവരും തിയേറ്ററിനകത്ത് ചിരിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഡാർക്ക് കോമഡി ഒന്നും മറ്റേ ചേച്ചി വർക്കായില്ലെന്ന് പറഞ്ഞു. എങ്ങനെ? അയ്യോ, ആ കൊച്ചുകൊണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനല്ലേ പറയാം, സത്യം പറഞ്ഞു, ഞാൻ വിളിച്ചോ പോലെ ചേട്ടാ ഞാൻ ഉറങ്ങിപ്പോയത്. പിന്നെ പടം കണ്ടാലല്ലേ പടത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റും. ഉറങ്ങിയിരിക്കുന്ന ഒരാളെ കാണും പടത്തിൻ്റെ കാര്യം പറയാൻ പറ്റും, ഇല്ലല്ലേ? ചേച്ചി ചെയ്യാത്ത സാധനമാണ്. ട്രെയിലറൊക്കെ കാണുമ്പോൾ നമ്മളൊരു ഭയങ്കര ഫൺ അത് സാധനം, പക്ഷെ പടം സീരിയസ് ആയ സെക്കൻഡ് ഹാഫ് സീരിയസ് ആവേണ്ട സീരിയസ് ആയിട്ടുണ്ട്, ഫൺ ആവേണ്ട അടുത്ത് ഫണ്ണായിട്ടുണ്ട്. ഒരു ഡാർക്ക് ഹ്യൂമറൊക്കെ അവർ നന്നായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? മസ്റ്റ് വാച്ച് ആണോ? ഇതെല്ലാ ഓഡിയൻസിലും കാണാം, ഭയങ്കര അടിപൊളിയാണ്. ബേസിൽ ഹ്യൂമറൊക്കെ അടിപൊളിയാണ്. എടുക്കുന്ന ചിത്രങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ നല്ലൊരു ക്വാളിറ്റിയാണ്. ക്വാളിറ്റി ഉണ്ട്. സ്ക്രീനിലായിരുന്നാലും ബേസിൻ്റെ ഓരോ സിനിമ കഴിയുന്നതോറുള്ള ആ ഒരു ആക്ടിങ് ലെവൽ മാറിയിട്ടുണ്ട്. നമ്മൾ ക്രിസ്മസ് പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ഇതിന് സ്റ്റാർട്ടപ്പ് തന്നെ ഫുള്ള് ആ റോൾ തന്നെ, പക്ഷേ ആ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ബേസിൽ കോമഡിയൊക്കെ നല്ലൊരു വർക്കൗട്ടായി. സൗബിനും ബേസിലുമായിട്ടുള്ള നമ്മൾ നല്ല അടിപൊളിയായിട്ട്. ചെമ്പനൊരു അത്രയ്ക്ക് ഒരു ക്യാരക്ടറല്ല, തേർഡിലാണ് പോകണം. പക്ഷേ മെയിൻ ബേസിൽ അത് കഴിഞ്ഞ് സൗബിൻ അത് അങ്ങനെയാണ്. ഡാർക്ക് കോമഡി എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് തിയേറ്ററിലൊരു ചിരിക്കുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു? അത്രയും വർക്കായില്ല. നമ്മൾ നെൽസൻ്റെ ഡാർക്ക് കോമഡി പോലത്തെ ഒന്നും വർക്കായില്ല, അതാണ്